നമസ്കാരം. വോട്ടും കെട്ടൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വലിയ ചർച്ചകൾ നടക്കുന്ന വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളും അതോടൊപ്പം തന്നെ വിശകലനങ്ങളുമാണ് വോട്ടും കെട്ടനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വടകരയും നാദാപുരവുമാണ്. ഏറ്റവും ഒടുവിൽ CPM വീണ്ടും ഡീൽ ആരോപണം ഉയർത്തിയിരിക്കുന്ന വടകര, അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടക്കുന്ന നാദാപുരം. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി വലിയ പോരാട്ടങ്ങൾ, ആവേശകരമായ വോട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളുടെയും വിധി എന്താണ്, അതോടൊപ്പം തന്നെ പേരാമ്പ്രയിൽ എന്താകും, കൊയിലാണ്ടിയിൽ എന്താകും തുടങ്ങിയിട്ടുള്ള വലിയ ആശങ്കകൾ, വലിയ അപ്രവചനീയമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ഈ ഘട്ടത്തിലാണ് വോട്ടും കെട്ടനും പരിശോധിക്കുന്നത്. വടകരയിലും നാദാപുരത്തും എന്തായിരിക്കും സംഭവിക്കുക? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് ആസിഫും അതോടൊപ്പം തന്നെ ER രാഗേഷുമാണ്. അപ്പോൾ അവരിലേക്ക് കൂടി പോവാം. ആദ്യം വടകരയും തുടങ്ങാം. വടകരയിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകും, വടകര തിരിച്ചു പിടിക്കുമെന്നാണ് LDFിൻ്റെ പ്രതീക്ഷ. സാധ്യതയുണ്ടോ? വടകര നമുക്ക് ഇത്തവണ കണ്ണടച്ച് കേക്കരമ ജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു മണ്ഡലമായിട്ട് തന്നെ കണക്കൂട്ടാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ കേക്കരമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, TPയുമായി ബന്ധപ്പെട്ടുള്ള വളരെ വൈകാരികമായ ബന്ധം നിലനിൽക്കുന്നൊരു മണ്ണാണ് വടകര എന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായും CPM അണികൾക്കിടയിൽ പോലും ആ രീതിയിൽ TPയോടുള്ള വലിയ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായും കഴിഞ്ഞ തവണ കേക്കരമയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ തോതിലെങ്കിലും അങ്ങനെ ആ വോട്ട് ഷിഫ്റ്റ് അവിടെ CPMൽ നിന്ന് പോലും പോയിട്ടുണ്ട് എന്ന് CPM പോലും കരുതുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ സ്വാഭാവികമായും കേക്കരമ MLA ആയതിന് ശേഷം അത് നടത്തിയ പല പരാമർശങ്ങളും അത് ഡയറക്റ്റ് ഒരു UDF LDF എന്ന് പറയുന്ന തരത്തിലേക്ക് സ്വാഭാവികവും സഖ്യകക്ഷിയൊന്നും അല്ലെങ്കിൽ പോലും ആ രീതിയിലുള്ളൊരു പെർഫോമൻസിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ സ്വാഭാവികമായും CPMൽ അങ്ങനെ ആ നേരത്തെ ഉണ്ടായിരുന്ന മുൻ വർഷങ്ങളിലുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു സിമ്പതിയോ കാര്യങ്ങളോ ഇത്തവണ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനൊരു പൊളിറ്റിക്കൽ ഫൈറ്റായി തന്നെ UDF LDF എന്ന് പറയുന്ന ഒരു പോരാട്ടമായി തന്നെ അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എനിക്കൊന്ന് വടകര ഇപ്പം നമ്മൾ പ്രധാനമായും ചർച്ചയ്ക്കെടുക്കാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വടകരയുമായി ബന്ധപ്പെട്ടുള്ള ഡീലാരോപണം വന്നതാണ്. എനിക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് രാകേഷിന് കുറച്ചുകൂടെ ചിലപ്പം ഡീലിൽ സംസാരിക്കാനായിട്ട് ഉണ്ടായിരിക്കും. കാരണം അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ തുടക്കം മുതൽ ഡീലുണ്ട്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ CPM അതിനെ കൈകാര്യം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം വരികയും ചെയ്തു. എല്ലാം കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലിരിക്കുന്നുണ്ട്. അതിൻ്റെയും ഒരുപാട് കഴിഞ്ഞിപ്പോൾ ഈ വോട്ടെണ്ണലിന് ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ഡീലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വീണ്ടും ഉന്നയിക്കുന്നത്. നിലവിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പോരാട്ടമാണ്. ആസിഫ് സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ചുകൂടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു വടകരയിൽ. നേരത്തെ ഉള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് സിമ്പതി അല്ലെങ്കിൽ ആ ഒരു വൈകാരിക ബന്ധത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടി രാഷ്ട്രീയമായി ആളുകൾ കേരമയെ കൂടി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡീലാരോപണം എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യും? ഡീലാരോപണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഡീൽ വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് 10 മണ്ഡലങ്ങളിൽ അതിൽ കൂടുതൽ മണ്ഡലങ്ങൾക്ക് ഡീൽ ആരോപിക്കപ്പെട്ടു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും LDF ആരോപിക്കുന്നുണ്ട്. പക്ഷേ വടകരയിലും നാദാപുരത്തൊക്കെ ഡീൽ നടന്നു എന്നുള്ളത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അറിയേണ്ട വിഷയങ്ങളാണ്. കാരണം BJPക്ക് വലിയ വോട്ടുള്ള സ്ഥലങ്ങളല്ല അടിസ്ഥാനപരമായി ഈ രണ്ട് മണ്ഡലങ്ങളും. കാരണം കഴിഞ്ഞ തവണത്തെ കണക്കൊക്കെ നോക്കുമ്പോൾ 10,000 15,000 താഴെ മാത്രമുള്ള കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ. അതിന് മുമ്പ് ഏതാണ്ട് 6,000 വോട്ടാണ് ഈ മണ്ഡലങ്ങളിലെ BJPയുടെ വോട്ട്. അപ്പോൾ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇതിന് ശേഷം നടക്കേണ്ട കാര്യമാണ്. കണക്കാണ് പറയേണ്ടത്. അതല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ആരോപണം മാത്രമായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പക്ഷേ ആസിഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഏകപക്ഷീയൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പല്ല. വളരെ ഫൈറ്റാണ് വടകര നടന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ കേരമ വരുന്നു എന്നൊരു TP രക്തസാക്ഷിത്വം അല്ലെങ്കിൽ TP അനുകൂല വികാരമൊക്കെ തന്നെ ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒപ്പം എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മനയത്തി ചന്ദ്രനാണ്. അദ്ദേഹം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല ഒപ്പം തന്നെ ഈ പറയുന്ന RJDയിലെ ഒരു UDF പക്ഷപാതി എന്നൊക്കെ അല്ലെങ്കിൽ UDF പക്ഷപാതത്തുള്ള നേതാവെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരാളാണ്. പൊതുവെ CPMകാർക്ക് അദ്ദേഹത്തോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് MK ഭാസ്കർ എന്ന് പറയുന്ന മുൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത്. അദ്ദേഹം ജനകീയനാണ്. അപ്പോൾ CPM ഇവിടെ വലിയ രീതിയിൽ പണിയെടുത്തൊരു മണ്ഡലമാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ വടകര താലൂക്കിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ആ ഭാഗത്ത് കോഴിക്കോട് ജില്ലയൊക്കെ പൊതുവെ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ പോലും വടകര നഗരസഭ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ
ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് നടക്കുന്നു പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും ഇതിൽ രണ്ട് തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടല്ലോ. അതായത് CPM ഉന്നയിക്കുന്ന ആരോപണം BJP വോട്ട് മറിച്ചിരിക്കുന്നു, പ്രഫുൽ കൃഷ്ണക്കെതിരെയുള്ള വടകരയിലെ പ്രതിഷേധം, കോലം കത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അത് ഡീലിൻ്റെ തെളിവാണ്. ഈ ഡീലിൻ്റെ തെളിവായിട്ട് CPM മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രഫുലിനെതിരെ നടക്കുന്ന വടകരയിൽ നടക്കുന്നതും കുറ്റ്യാടിയിൽ നടക്കുന്നതുമായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളാണ്. മറുവശത്ത് KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ അവകാശപ്പെടുന്നത് ഒരു പ്രശ്നവുമില്ല, ഈ മണ്ഡലത്തിൽ ഇത്തവണ ഈ മനയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം MK ഭാസ്കരനോട് പ്രശ്നമുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ RJDയും അതോടൊപ്പം മറ്റ് ഘടകകക്ഷികളും ഒരു ഘട്ടത്തിൽ UDFിലേക്ക് പോകും, അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമാകാൻ താല്പര്യപ്പെട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഈ ഇടതുവിരുദ്ധ വോട്ടുകൾ CPMൻ്റെ തന്നെ പാർട്ടി വോട്ടുകൾ ഇത്തവണ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഈ BJP സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഡീലിന് എത്രത്തോളം, അതിനൊരു കാമ്പ് എത്രത്തോളം ഉണ്ട്? ഞാൻ വിചാരിക്കുന്നത് അത് നമ്മളൊരു ഡീലിൻ്റെ തലത്തിൽ ചർച്ച ചെയ്തതിനേക്കാൾ അപ്പുറം BJPയിൽ അതിഭീകരമായ പ്രശ്നമുണ്ട്. വെറും 10,000 വോട്ട് ഒക്കെ ഉള്ളൊരു മണ്ഡലമാണെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥി ആയി വരാൻ ആഗ്രഹിച്ച പ്രാദേശിക നേതാക്കളുണ്ടായിരുന്നു. പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ച ചില പേരുകളുണ്ടായിരുന്നു. ആ പേരുകൾ സ്ഥാനാർത്ഥിയായി വരാത്തതിനെ തുടർന്നാണ് അവിടെ വിമത സ്ഥാനാർത്ഥികൾ വരുന്ന ഘട്ടമെത്തിയത്. സ്വാഭാവികമായും BJPയുടെ വോട്ടിൽ അവിടെ ഷിഫ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വോട്ടവർക്കില്ല. പക്ഷേ അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ അതിരൂക്ഷമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7,000 വോട്ട് മാത്രമാണ് BJPക്ക്, 7,500 താഴെ മാത്രം വോട്ടാണ് ആ മണ്ഡലത്തിൽ മുഴുവൻ BJPക്ക് നേടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് പലയിടത്തും BJP മെച്ചമുണ്ടായെന്ന് പറയുമ്പോൾ ഇത്രത്തോളം വലിയ തിരിച്ചടി ഉണ്ടായ ഒരു മേഖല സ്വാഭാവികമായും വടകര അടക്കമുള്ള മേഖലയാണ്. അപ്പോൾ അത്രത്തോളം BJPയിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് CPM പറയുന്നത് പോലെ അതൊരു കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് വോട്ട് മറിക്കാനുള്ള ഡീലിൻ്റെ ഭാഗമാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് BJPയിൽ പ്രശ്നം നിൽക്കുന്നുണ്ട്. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആർക്ക് കിട്ടുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തരത്തിലൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാലും ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ചെറിയ വോട്ടാണ്. നമുക്കറിയാം പലപ്പോഴും അവിടെ വിജയപരാജയങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വോട്ടുകളാണ്. ഒരു 10,000-ലോ 15,000-ലോ ഒക്കെ താഴെയുള്ള വോട്ടുകളാണ് ഈ ജയപരാജയങ്ങൾ സ്വാധീനിക്കുന്നത്. അതായത് ഷിഫ്റ്റ് ടേൺ ഔട്ട് നോക്കുമ്പോൾ അതിൻ്റെ മാർജിൻ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് ഏതാണ്ട് ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 7,000 ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എൻ ബ്ലോക്കായിട്ട് നഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഈ BJPക്കുള്ള 10,000 വോട്ടിൽ ഒരു 5,000 വോട്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അല്ലെങ്കിൽ ഒരു 3,000 വോട്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാനൊരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം ഇതിൽ രസകരമായി എനിക്ക് തോന്നി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ വടകരയിലുണ്ടായ കുറേ സംഭവങ്ങളാണ്. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് വടകരയിൽ ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രമ, UDF സ്ഥാനാർത്ഥി KK രമ ഹാർബറിൽ പോയപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായി തടഞ്ഞു എന്ന് പറയുന്നൊരു വിവാദം ഉണ്ടായി. അതൊരു വലിയ വിവാദമായി ചർച്ചയ്ക്ക് വന്നു. അതുപോലെ തന്നെ വടകരയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പോസ്റ്റർ പ്രഖ്യാപനങ്ങളും യുദ്ധങ്ങളും, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പലയിടത്തുനിന്ന് പോസ്റ്ററുകൾ വരുന്നു. പിന്നെ സ്ഥാനാർത്ഥി ഇത് എൻ്റെതല്ല എന്ന് പറയുന്നു, ആണെന്ന് പറയുന്നു. ഇങ്ങനെ വളരെ നിഗൂഢതകൾ നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം വടകരയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പലപ്പോഴും വടകരയിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് 2 തവണ ഒന്ന് ഇത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ അത്തരം വിവാദങ്ങൾ ഇത്തവണ എങ്ങനെ ബാധിച്ചിരിക്കുന്നതാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? വിവാദങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നുമ്പം ആ ഒരു വിവാദങ്ങൾക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല CPMനെ സംബന്ധിച്ചോളം അത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കേവലം ഒരു LDFിൻ്റെ ഘടകകക്ഷി മത്സരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്തേക്ക് CPMന് ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു വാശിയേറിയ പോരാട്ടമാണ്. അവരെ സംബന്ധിച്ചോളം അത് ആ പാർട്ടിയുടെ ആ മേഖലയിലെ നിലനിൽപ്പിനെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കുന്നൊരു പോരാട്ടമായി തന്നെ CPM അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് CPM അതിൻ്റെ എല്ലാ മേഖലയിലും ഇറങ്ങി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തദ്ദേശത്തിലെ കണക്ക് നോക്കിയാൽ പോലും നമ്മൾ വടകര നഗരസഭ നിലനിർത്തിയെന്ന് പറയുമ്പോൾ പോലും സീറ്റന്തരം വലിയ വ്യത്യാസമാണ്. 28 സീറ്റാണ് LDFിനുള്ളത്, UDFിന് 15 സീറ്റേ ഉള്ളൂ. 4 പഞ്ചായത്തുകളിൽ 2 LDF, 2 UDF. ഏറാമലയും അതുപോലെ തന്നെ ഒഞ്ചിയും നമുക്കറിയാം ആറമ്പിക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുള്ള മേഖലയാണ്. ആ 2 പഞ്ചായത്തുകൾ മാത്രമാണ് UDFിന് കിട്ടിയത്. മറ്റ് 2 പഞ്ചായത്തും LDFിനാണ്. വോട്ടെണ്ണത്തിൽ ഒരുപക്ഷെ UDFിന് ചെറിയ മേൽക്കൈ ഉണ്ടായേക്കാം. പക്ഷേ CPMൻ്റെ സംഘടനാ സംവിധാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അത് ഘടകകക്ഷി മത്സരിക്കുന്ന ഒരു സീറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള മുന്നോട്ട് പോക്ക് അവിടെ
CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അങ്ങനെ കരുതുമ്പോഴും നേരത്തെ രാകേഷ് സൂചിപ്പിച്ച പോലെ ഈ RJD-യുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചകൾ നടന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഘടകകക്ഷി ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് RJD പിളരാൻ പോകുന്നു, RJD രണ്ടാകാൻ പോകുന്നു, RJD ഒരുപക്ഷം UDF-നൊപ്പം നിൽക്കുന്നു, RJD വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു. സ്വാഭാവികമായും മനയത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നമുക്കറിയാം. മനയത്ത് MK ഭാസ്കരൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ പ്രകടമായിരുന്നു. മനയത്തിനോടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രയും ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിൽ തന്നെ RJD ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന പോലെ LDF-ൽ അല്ലെങ്കിൽ LDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രത്യേകിച്ച് വടകരയിൽ നമുക്കറിയാം ഘടകകക്ഷികൾക്കും സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാമോ? അങ്ങനെ കരുതാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വടകര പൊതുവെ ഇടതിന് മാത്രമല്ല സോഷ്യലിസ്റ്റുകൾക്കും വലിയ സ്വാധീനമുള്ള മണ്ണാണ്. ഇപ്പോൾ ഈ മണ്ഡലം തന്നെ വടകര തന്നെ ചരിത്രത്തിൽ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു UDF പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര വിജയിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ സീറ്റ് ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. അല്ലാതെ ആരും ജയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാതെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ MK ഭാസ്കരൻ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമായിരുന്നു. പക്ഷേ MK ഭാസ്കരൻ പൊതുവെ അവിടെ ആക്സെപ്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനകീയനാണ്, മാത്രമല്ല CPM-കാർക്ക് കൂടി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ മനയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ RJD-യുമായി ബന്ധപ്പെട്ടും ശ്രേയാംസ് കുമാറുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ പലതരത്തിൽ പല പ്രശ്നങ്ങൾ CPM അണികൾക്കൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ MK ഭാസ്കറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വടകര തിരിച്ചു പിടിക്കുക എന്നുള്ളത് LDF-നെ സംബന്ധിച്ച് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് LDF-ഓടെ പ്രവർത്തിച്ചിട്ടുണ്ട്, CPM-ഓടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ള പ്രവർത്തനം അവിടെ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഒരു ഒറ്റ കാര്യം കൂടെയാണ്, അതായത് നമ്മൾ ഈ കണക്കുകൾ കൃത്യമായി ഈ ഇതിന് ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ KK രമ വന്നതിന് ശേഷമുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 3 തെരഞ്ഞെടുപ്പുകളായി. ഒന്നാം തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അവർക്ക് അത് വിജയിക്കാനായില്ല, രണ്ടാമത് വിജയിക്കുന്നു, ഈ MLA ആയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്വാഭാവികമായും RMPയുടെ നിലപാട് ഒരുപക്ഷെ അത് UDF-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഇടതുപക്ഷത്തോടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മികച്ച ഇടതുപക്ഷം എന്ന നിലയിലാണ് RMP നിലപാടെടുത്ത് നിന്നിരുന്നത്. പക്ഷേ ഒടുവിലെത്തുമ്പോൾ UDF-ൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KK രമ തന്നെ പറഞ്ഞിട്ടുള്ള പല നിലപാടുകളും ഒരുപക്ഷെ അവരുടെ മുൻ നിലപാടുകളോട് ഘടകവിരുദ്ധമാണെന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തിലൊരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തിയാൽ അത് സ്വാഭാവികമായും KK രമ ഉന്നയിക്കുന്ന അവകാശവാദം ഇത്തവണ സീറ്റ് ഒപ്പം നിൽക്കും എന്നുള്ളതിന് പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ആ സീറ്റ് ഒരിക്കലും അത് കോൺഗ്രസിൻ്റെ സീറ്റ് എല്ലാ കാലത്തേക്കും അത് കോൺഗ്രസിൻ്റെ സീറ്റ് അല്ലാതായി പോകുന്നതിൽ വിയോജിപ്പുള്ള ഒരുപാട് നേതാക്കളുണ്ട്. കാരണം അവിടെ മത്സരിക്കാൻ സ്വപ്നം നടന്നിരുന്ന കുറേ നേതാക്കൾ വടകരയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഇനി ആ സീറ്റ് എന്ന് പറയുന്നത് നിലവിലെ ഘട്ടത്തിൽ RMP വിജയിച്ചു വരികയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ പോലും ഘടകകക്ഷിയുടെ സ്വഭാവമുള്ള പാർട്ടി എന്ന നിലയിലേക്ക് തന്നെ RMP അതെ അങ്ങനെ ഒരു മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സ്വപ്നം കണ്ടു കിടക്കുന്ന നേതാക്കൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല CPM ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ RMP ഉയർത്തിപ്പിടിച്ചിരുന്ന അല്ലെങ്കിൽ കൂടുതൽ മികച്ച ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് RMP ഉയർത്തിപ്പിടിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അതിനെ ഒരു പ്രത്യയശാസ്ത്രപരമായി തന്നെ CPM ഒരു ഭാഗത്ത് നേരിടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലെ ചില നേതാക്കൾ ആ സീറ്റ് മോഹികളായ നേതാക്കൾ ചെയ്തിരിക്കുന്ന നിലപാട് അടക്കമുള്ളവ എന്താകുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. RMPക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വടകരയുമായി ബന്ധപ്പെട്ടത്. അത് LDF മാത്രമല്ല പ്രശ്നം ഉണ്ടായിരുന്നത്, RMPക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് തുടക്കകാലത്ത്. പ്രത്യക്ഷത്തിൽ വലിയ തോതിൽ വന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് അവിടെയും പ്രശ്നം. എനിക്കൊന്ന് ഈ ഏറാമല ഭാഗത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വാർത്തകളാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ പറഞ്ഞ പോലെ തന്നെ നിഗൂഢമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഡീലാരോപണം എത്രത്തോളം വാലിഡായിട്ട് നിലനിൽക്കുമെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ചർച്ചകൾ നടത്തേണ്ടത്. അത് നേരത്തെ രാകേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJP വോട്ടിൽ കുറയുകയോ അത് മാറുകയോ എങ്ങോട്ടെങ്കിലും പോവുകയോ ചെയ്താൽ മാത്രം ഈ MV ഗോവിന്ദൻ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് നമുക്ക് വോട്ടെണ്ണലിന് ശേഷം വിചാരിക്കുന്നത് പോലെ ഒരു ഉറപ്പായും എണ്ണാവുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ വടകര ഈ ഘട്ടത്തിൽ എണ്ണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമാണ്. തീർച്ചയായിട്ടും നോക്കാം. നമുക്ക് പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഷുവർ സീറ്റ് പറയുന്ന പല മണ്ഡലങ്ങളിൽ സമാന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വടകരയ്ക്ക് പിന്നെ വലിയ പ്രശ്നം നടക്കുന്നത് നാദാപുരത്താണ്. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ
അത് ആ പോരാട്ടം ഉണ്ടായി വരുന്നതിന്റെ സാഹചര്യം വളരെ രസകരമാണ്. അതായത് കാലങ്ങളായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആരും ജയിക്കാത്തൊരു മണ്ഡലം. അത് CPI-യുടെ കയ്യിലിരിക്കുന്ന ഉറച്ച സീറ്റ്, CPI-യുടെ സീറ്റായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള സീറ്റ്. EK വിജയൻ അവിടെ തുടർച്ചയായും ജയിച്ചുകൊണ്ടിരിക്കുന്നു. 3 തവണ ജയിച്ചു. വലിയ വോട്ട് ഷെയർ ഉണ്ട്. വോട്ട് പെർസെൻറ്റേജ് ഏകദേശം 70,000-ഓളം അടുപ്പിച്ച് വോട്ട് തന്നെ പക്ക വോട്ടായിട്ടുള്ള വോട്ട് അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സേഫ് ആയിട്ടൊരു മണ്ഡലമായി നിന്നിരുന്ന ഒരു മണ്ഡലമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വളരെ അപ്രതീക്ഷിതമായി P. വസന്തം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തന ശൈലി, ഇപ്പോൾ നമ്മൾ PK ശ്യാമളയുടെ കാര്യം പറഞ്ഞ പോലെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, അവർ സംഘടനയുടെ ഭാഗമായിരുന്നു, വിവിധ കമ്മിറ്റികളിലുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് ഒരുപക്ഷെ അത് നമുക്ക് മാത്രമാണ് അറിയുന്നതാണെന്ന് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം P. വസന്തം അഭിജിത്തിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഫെമിലിയർ ആയിട്ടൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെയാണ് UDF വളരെ കൃത്യമായി 2 തരത്തിലാണ് അത് ഇടപെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, UDF ഒരു യുവ നേതാവിന് അവിടെ അവസരം കൊടുത്തു എന്ന് അവർക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു സാധ്യത വന്നു. 2, കൊടുത്ത നേതാവ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടൊരു ആളാണ്. അഭിജിത്ത് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന അതെ, വലിയ മികച്ച രീതിയിൽ പണിയെടുത്തിട്ടുള്ള സാഹചര്യം മൂപ്പര് അവിടെ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഫൈറ്റ് മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് UDF നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിത്വമാണ്. ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഡീലിൻ്റെ പ്രശ്നം കൂടി നിലനിൽക്കുന്നത്. അവിടെയും ഡീൽ ഉണ്ടായിട്ടുണ്ട്, BJP-യുമായിട്ട് ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ CPI സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് മത്സരിച്ച് ജയിക്കാമായിരുന്നു. കുറച്ചുകൂടെ ഈ ധൈര്യത്തോടുകൂടി ഈ റിസൾട്ട് വരുമ്പോൾ ഇത് നാദാപുരം നമ്മൾ ജയിക്കും എന്ന് പറയാവുന്ന തരത്തിൽ ഇടപെടാമായിരുന്നൊരു സീറ്റിൽ ഇപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് എനിക്കൊന്ന് രാകേഷ് അതിനകത്തൊരു ടേക്ക് എടുക്കട്ടെ. ഞാൻ 2 തരത്തിലും പ്രാധാന്യം ഉണ്ടെന്ന് പറയാവുന്ന സീറ്റാണ് നാദാപുരം. കാരണം എന്താ വെച്ചാൽ ആദ്യം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ 2001 ശേഷം 2001 അവസാനമായി കോൺഗ്രസിന് ജില്ലയിൽ നിന്നൊരു MLA ഉണ്ടാകുന്നത്. സുജന ബാലും P. ശങ്കരനും. അതിനുശേഷം കോൺഗ്രസ് അവിടെ ഒറ്റ തെരഞ്ഞെടുപ്പും വിജയിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് ഇത്തവണ അവകാശപ്പെടുന്നത് 100 സീറ്റാണ്. 100 സീറ്റ് പോയി കിട്ടിയില്ലെങ്കിലും ഒരു 80 സീറ്റ് അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് വരണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പ്രകടനം കോൺഗ്രസ് സംബന്ധിച്ച് നിർണായകമാണ്. അതിൽ തന്നെ ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന നാദാപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് CPI സംബന്ധിച്ച്. CPIക്ക് സത്യത്തിൽ മലബാറിലുള്ള 2 സീറ്റാണ്. അവരുടെ ഉറച്ച മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2 സീറ്റാണ്. ഒന്ന് കാഞ്ഞങ്ങാട്, 2 നാദാപുരം. ഇതിൽ കാഞ്ഞങ്ങാട് വലിയ മാറ്റം ഉണ്ടാകും നമ്മൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷേ നാദാപുരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല. നാദാപുരത്ത് ചിലപ്പോൾ മാറിയേക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് ഈ പറഞ്ഞതുപോലെ 67-ാം തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് അവിടെ CPI അല്ലെങ്കിൽ വേറൊരു പാർട്ടി ജയിക്കുന്നത്. അതിനുശേഷം CPI തുടർച്ചയായി വിജയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിജയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും വലിയ ഭൂരിപക്ഷം CPIക്ക് അവിടെ ഇല്ല. കാരണം കഴിഞ്ഞ 2 തവണയും 5000 താഴെയാണ് ഭൂരിപക്ഷം. EK വിജയം വിജയിക്കുന്നത് 5000 താഴെയാണ് ഭൂരിപക്ഷം. അതിന് മുൻപ് 9000 10,000 താഴെയാണ് ഭൂരിപക്ഷം. ഒരു ഫൈറ്റ് ഉള്ള മണ്ഡലമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഇത്തവണ വലിയ പരീക്ഷണം അവിടെ നേരിടുന്നത്. തീർച്ചയായും പ്രവീൺ കുമാർ, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, കഴിഞ്ഞ തവണയൊക്കെ വലിയ മത്സരം കാഴ്ചവെച്ചു. അദ്ദേഹം കൊയിലാണ്ടിയിലേക്ക് മാറി. പകരം KM അഭിജിത്ത് വരുന്നു. ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞ പോലെ ഗവാസിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ, ഞാൻ പറയുന്നത് നാദാപുരത്ത് CPI തോറ്റു എന്ന ഒന്നുമല്ല, പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുമായിരുന്നെന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ കുറച്ചും കൂടിയും ശക്തമായ അല്ലെങ്കിൽ ഈ ആദ്യഘട്ടത്തിലുണ്ടായ ഉരസൽ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും CPIക്ക് കഴിയുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലാണ് CPI ഇപ്പോൾ കടന്നുപോയതെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ കരുതുന്നത് എൻ്റെ അട്ടിമറി മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം. കാരണം നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അഭിജിത്തിനെ സംബന്ധിച്ച് അഭിജിത്ത് കുറേ കാലമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ KSUവിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അഭിജിത്തിൻ്റെ പ്രകടനം നമ്മുടെ മുന്നിലുണ്ട്. അതിന് കൂടാതെ തന്നെ ഈ ആ ഷാഫി ട്രീറ്റിൽ വരുന്ന നേതാക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനോളം പോകുന്ന തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു KSU വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്ന അഭിജിത്ത് എന്നുള്ള കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ വോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ചോയ്സ് വന്നാൽ, പ്രത്യേകിച്ച് ജെൻസി വോട്ടുകൾ, യുവ വോട്ടുകൾ, കാരണം അത്ര ഷിഫ്റ്റേ ഉള്ളൂ. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ശതമാനത്തിലുള്ളതാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ അഭിജിത്ത് എന്ന് പറയുന്ന ആൾ വ്യക്തിപരമായി നേടാൻ പോകുന്ന വോട്ടുകൾ ഒരുപക്ഷെ നാദാപുരത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ മെയ് 4 അട്ടിമറി വിജയങ്ങൾ സംഭവിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നാദാപുരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ആസിഫിന് അതിനകത്ത് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു ചരിത്രം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഗൗതം പറഞ്ഞത് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. കാരണം ഇത്തവണ
അത് അട്ടിമറി സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് UDFും കാണുന്നൊരു മണ്ഡലമാണ്. അതിനകത്ത് ഈ LDF സ്ഥാനാർത്ഥിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി തലത്തിൽ അവർ ഉയർന്ന കമ്മിറ്റികളിലൊക്കെ ഉള്ള ആളാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് പ്രാദേശിക തലത്തിൽ CPIക്കാർക്ക് പോലും ആ മണ്ഡലം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ 100% പറയാൻ പറ്റില്ല. കാരണം പലയിടത്തും ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വലിയ പരാജയം CPIയുടെ ഭാഗത്ത്. അതെ, അങ്ങനെ വോട്ട് പിടിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയായി അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ കഴിഞ്ഞ തവണ പ്രവീൺ കുമാർ പരാജയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ 4000 ചില്ലുവാന വോട്ടാണ്. മാത്രമല്ല LDF തരംഗം ആഞ്ഞടിച്ച സമയത്താണ് പ്രവീൺ കുമാർ പരാജയപ്പെടുന്നത്. ഇത്തവണ അത്രത്തോളം ഒരു തരംഗം ആഞ്ഞടിക്കുമെന്ന് LDF പോലും വിചാരിക്കാത്ത ഒരു സമയമാണ്. അഭിജിത്ത് മികച്ച സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഷാഫി ബെൽറ്റിൽ വരുന്ന സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടമൊക്കെയാണല്ലോ ആ ബെൽറ്റിൽ വരുന്നത്. അതിനേക്കാളും ഒക്കെ മികച്ച നേതാവ് തന്നെയാണ് അഭിജിത്ത്. കാരണം അഭിജിത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അത്രത്തോളം ആ രീതിക്ക് അപ്പുറത്തേക്ക് നല്ലപോലെ ഇറങ്ങി പണിയെടുക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം പണിയെടുക്കുന്ന ആളല്ല. പല ഘട്ടങ്ങളിലും മാറ്റി നിർത്തപ്പെട്ടപ്പോഴൊന്നും പ്രശ്നമില്ലാതെ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി മാറിക്കൊടുത്ത് വൃത്തിക്ക് അപ്പോഴും പണിയെടുത്ത നേതാവാണ്. ഞാൻ അഭിജിത്തിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ മോൾഡ് അതല്ല. സ്വാഭാവികമായിട്ടും അഭിജിത്തിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ച മോൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഷാഫി സ്വാഭാവികമായിട്ട് ഈ വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾക്കകത്ത് ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന നേതാവ് എന്ന രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. അതൊരു വസ്തുതയെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീലുകളിലായാലും അല്ലാതെ പരിപാടികളിലായാലും അവർ അതിനങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിന് കുറച്ചുകൂടി ആളുകളെ അത്തരത്തിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്നൊരു സംഘടനാ പാരമ്പര്യം അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട്, പല സമരങ്ങളിലും കണ്ടിട്ടുണ്ട്, പല നിലപാടുകളിലും അത് പ്രകടമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവീൺ കുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് പ്രവീൺ കുമാറിന് സ്വാഭാവികമായിട്ടും 64 ആ റേഞ്ചിലാണ് അദ്ദേഹം വോട്ട് പിടിച്ചത്. അതിന് വലിയ ചെറിയ വ്യത്യാസത്തിലാണ് അവിടെ തട്ടിപ്പോകുകയും ചെയ്യുന്നത്. പക്ഷേ പ്രവീൺ കുമാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് കോഴിക്കോട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അഭിജിത്ത്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അവിടെ പല സമരങ്ങൾക്കകത്തും അങ്ങനെ കാണുന്നുണ്ട്. ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ അഭിജിത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആസിഫ് സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ വലിയ തരംഗം ഉണ്ടാകുന്ന സമയത്തും ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സംഭവിച്ചേക്കുന്നത്. മാത്രമല്ല അവിടെ ഈ പറയുന്ന മറ്റ് ഘടകകക്ഷികൾക്ക് വോട്ടുണ്ട്, അവർക്ക് വോട്ടുണ്ട്. ആ വോട്ട് വളരെ നിർണായകമാണ്. ആ വോട്ട് വടകരയിൽ അത് പ്രതിഫലിച്ചില്ലെങ്കിലും അല്ല, അതിനകത്ത് എനിക്ക് പൂർണ്ണമായും അതേ അഭിപ്രായം. കാരണം UDFിൻ്റെ മുഴുവൻ വോട്ടുകളും കൃത്യമായി സമാഹരിക്കാൻ പറ്റുന്ന നേതാവാണ് അഭിജിത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ അഭിജിത്ത് വന്നതിൻ്റെ പേരിൽ UDFിൽ ഏതെങ്കിലും നേതാക്കൾ വോട്ട് മറിക്കാനുള്ള സാധ്യതയോ അതിനൊന്നും കഴിയുന്ന തരത്തിലുള്ള നേതാവല്ല. കാരണം അഭിജിത്ത് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കൈപ്പത്തിട്ട് തന്നെ പോയി വോട്ട് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാവരും തീരുമാനമെടുത്ത് തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് ഘടകകക്ഷികളൊന്നും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ അഭിജിത്തിനുള്ള എതിർപ്പ് കാരണം ഞങ്ങൾക്ക് അപ്പുറത്ത് പോയി വോട്ട് ചെയ്യാം എന്നുള്ള ഒരു വിചാരവും അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ഈ മുല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുല്ലപ്പള്ളിയൊക്കെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് LDF കണക്ക് കൂട്ടിയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൊണ്ട് നിർത്തിയാൽ അവിടെ മുല്ലപ്പള്ളിയൊക്കെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു അതുകൊണ്ട് അഭിജിത്തിന് ഒരു കോട്ടം തട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് LDFിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നത് പോയിന്റാണ് ഞാൻ. മുല്ലപ്പള്ളിക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുല്ലപ്പള്ളിക്ക് ഒരു ചരിത്രം ഉണ്ടല്ലോ. കാരണം LDF കാലങ്ങളായി ജയിച്ചു വന്നിരുന്ന വടകര 2009 പിടിക്കുന്നത് മുല്ലപ്പള്ളിയാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി മത്സരിക്കാൻ വരുന്നു എന്നുള്ള പ്രചരണം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നു. അതുകൊണ്ടായിരിക്കാം വസന്തമാണെങ്കിലും അങ്ങനെയാണെങ്കിൽ മുല്ലപ്പള്ളിക്കെതിരെ നമ്മുടെ തന്നെ ഉയർന്ന നേതാവ് മത്സരിക്കട്ടെ എന്ന് ആലോചിച്ച് LDF. അങ്ങനെ ആണെങ്കിലും അങ്ങനെ സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വലിയ പരാജയം ഭാഗത്തുനിന്നുണ്ടായി. കാരണം ആദ്യം തന്നെ അവിടെ പ്രതിഷേധമൊക്കെ വരുന്നു, പോസ്റ്ററുകൾ വരുന്നു. അങ്ങനെ പൊതുവേ നമ്മൾ അങ്ങനെ കേൾക്കാത്തതാണല്ലോ. പക്ഷേ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ CPIക്കകത്തുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവാസിനെ പോലുള്ളവരൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആവുമായിരുന്നില്ല. എല്ലാ കാലത്തും മാത്രമല്ല ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പെങ്കിലും പരിഗണിക്കായിരുന്നു. കാരണം വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് അപ്പാടെ വലിയ തരംഗം ആഞ്ഞടിച്ചത്. അവിടെ ഷാഫി പറമ്പിൽ കോൺഗ്രസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസ് നല്ല UDFിന് ഒരു നേതാവിനെ കിട്ടിയ പ്രതീതിയാണിത്. ഷാഫി തന്നെയാണ് ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഓടിയടന്ന് പ്രചാരണം നയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ UDF അവരൊരു നേതാവിനെ ഷാഫിയിൽ കാണുന്നുണ്ട്. നമ്മൾ മറ്റു പല കാര്യങ്ങളും മാറ്റി വെച്ചാൽ പോലും ഷാഫി എന്നൊരു
നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അത് യു ഡി എഫ് നേതാവായി പ്രത്യേകിച്ച് ഞാൻ ലീഗ് അണികൾ കൂടി വലിയ സ്വീകാരനാണല്ലോ ഷാഫി. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒരു മത്സരം ഉണ്ടാകുമെന്ന് നേരത്തെ കൂട്ടി അത്തരം ഒരു പ്രീ പ്ലാനിങ്ങിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അനാലിസിന്റെ പ്രശ്നം സി പി ഇതൊന്ന് വടകരയിലും ബി ജെ പി വോട്ട് ചിതറിപ്പോയുള്ള സാധ്യത ഉണ്ട്. കാരണം ബി ജെ പിയിലെ പ്രഫുൽ കൃഷ്ണയുമായുള്ള പ്രശ്നം വലിയ രീതിയിൽ നിൽക്കുന്നത്. 13,000 വോട്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് പറഞ്ഞാൽ 10,000 താഴെ പോകും. അവിടെയാണ് ഈ ബി മുന്നോട്ട് വെക്കുന്ന ഡീലിന്റെ വാദം നിൽക്കുന്നത്. അതായത് ഈ ബി ജെ പിയുടെ വോട്ട് ഇവിടെ പോകുന്നില്ലെങ്കിൽ അതെങ്ങോട്ട് പോകും? സ്വാഭാവികമായിട്ടും പ്രശ്നം സംഭവിക്കുന്നത് അത് ഇതിൽ ആർക്ക് കിട്ടിയാലും പ്രശ്നമാവും. അതായത് ഇത് കെ കെ രമയാണ് ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മികച്ച ഇടതുപക്ഷത്തെ അതിപ്പോൾ ഡീലിന്റെ പേരിലല്ലെങ്കിൽ പോലും ബി ജെ പിക്കാർ ഇപ്പോൾ ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അഭിജിത്തിനായിരിക്കും വോട്ട് ചെയ്യാനുള്ള സാധ്യത. കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുണ്ട്. വസന്തം എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി അങ്ങനെ ഒരു ആ മണ്ഡലത്തിലെ സി പി ഐക്കാർക്ക് പോലും പ്രാദേശിക തലത്തിൽ പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ ബി ജെ പിക്കെതിരെയുള്ള ഒരു വികാരമെന്ന രീതിയിൽ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി അവിടെ വിഭാഗീയതയുടെ ഭാഗമായി കുറേ ബി ജെ പിക്കാർ മാറി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും അത് ഡീലാണോ എന്നതിന്റെ അപ്പുറത്തേക്ക് അത് അഭിജിത്തിന് തന്നെ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിനകത്തുള്ള മറ്റൊരു കാര്യം, അതായത് തദ്ദേശത്തിന്റെ കണക്ക് നോക്കിയാൽ എൽ ഡി എഫിന് ഡീലാണോ അല്ലെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പേരാമ്പ്രയിൽ ഉണ്ടായ വിഷയം, പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വലിയ വിമർശനങ്ങളും വലിയ വിവാദങ്ങളും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത് ആളുകൾക്കിടയിൽ വിശദീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനോ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. സംഘടനാ സംവിധാനങ്ങളും ഇതൊക്കെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അനുരണം മറ്റ് മണ്ഡലങ്ങളിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് നാദാപുരം പോലുള്ള നമുക്കറിയാം കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അത്തരം മണ്ഡലങ്ങൾക്കകത്ത് അത് ഏത് രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എനിക്കൊരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ അത് യു ഡി എഫ് അനുകൂലമായി വർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി പറയുന്ന അഭിജിത്തിന് ഗുണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ പ്രചരണം വടകരയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? കുറവായിരിക്കും. നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. നമുക്ക് ഉറപ്പായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ സെൻസിറ്റീവായ പല വിഷയങ്ങൾ പല കാലങ്ങളിൽ ചർച്ചയായില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ ആ മേഖലയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫിനൊക്കെ തന്നെ വലിയ മേൽക്കൈ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലുണ്ടാവും. കാരണം കോഴിക്കോട് ജില്ലയായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കോഴിക്കോട് ജില്ലയും കൊല്ലം ജില്ലയായിരിക്കാം ഇത്തവണ ലെഫ്റ്റ് തുടരുമോ അതോ യു ഡി എഫ് വരുമോ എന്നുള്ള നിശ്ചയിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത്തരം കാര്യങ്ങൾ യു ഡി എഫിന് വലിയ തോതിൽ ഗുണം ചെയ്യും. ഒറ്റ കാര്യം കൂടെ അതിനകത്ത് ഒരു കാര്യമുള്ളത്, അതായത് സമസ്ത വിഭാഗത്തിൻ്റെ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേഴ്സണലി എനിക്കിതൊരു ടേക്ക് ഉള്ളത്. അതായത് ഈ സമസ്തയുടെ ഒരു പ്രഖ്യാപനം വരുവാണ്. അത് ഒരു AP വിഭാഗം സമസ്ത അത് പ്രഖ്യാപിക്കുന്നു, അത് നമ്മൾ ഇടതിനൊപ്പം നിൽക്കുന്നു എന്നുള്ള തരത്തിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കമ്മിറ്റികളിൽ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. സമസ്ത നമുക്കറിയാം സ്വാഭാവികമായിട്ടും സർക്കാരിനോട് ചേർന്നിട്ടുള്ളതോ അല്ലെങ്കിൽ AP വിഭാഗം ഇടതിനോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള നിലപാടിലാണ് തുടരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇടതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ഈ രണ്ട് മണ്ഡലങ്ങളിൽ തരത്തിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പക്ഷേ നാദാപുരത്ത് അത് ഒരു പക്ഷേ അത് ആ രീതിയിൽ എൽ ഡി എഫിന് അത് കിട്ടുമെന്നുള്ളൊരു സംശയമാണ്. ഒന്നാമത്തെ കാര്യം, അഭിജിത്ത് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ നേതാക്കളൊക്കെയായി ഭയങ്കര വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു വനിതയാണ്. അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ ആ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി അങ്ങനെ പോയി പ്രഖ്യാപിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പരമ്പരാഗതമായി തുടർന്ന് വരുന്ന പിന്തുണയുടെ പേരിലോ പോയി എൽ ഡി എഫിന് അങ്ങനെ വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിലയിരുത്തൽ. അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു മണ്ഡലത്തിൽ നാദാപുരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോയി വോട്ട് ചെയ്യാനുള്ള സാധ്യത അങ്ങനെ AP വിഭാഗം മുഴുവനായി പോയി എന്നാൽ എൽ ഡി എഫിന് അങ്ങ് പിന്തുണ കൊടുക്കാൻ വേണ്ടി പോയി ചെയ്യാൻ സാധ്യത കുറവുള്ളൊരു മണ്ഡലമാണ് നാദാപുരം. കാരണം അഭിജിത്തുമായി വടകരയിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ AP വിഭാഗം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ കമ്മിറ്റികളിലാണ് ഇത് പറയുന്ന ഒരു ഘട്ടമുണ്ടായത്, പല കമ്മിറ്റികളിലും. എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത AP-യിലടക്കം പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. അവരൊരു ചരിത്രപരമായ കാരണങ്ങളാൽ, ആ സംഘടനയുടെ പിളർപ്പടക്കമുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നീട് ആ ഘട്ടങ്ങളിൽ അവർക്ക് ഏത് തരത്തിലാണ് സഹായം ചെയ്തത്, അങ്ങനെ കുറേ കാരണങ്ങൾ നിർത്തിക്കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവർ LDF-ന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ സംഘടനയുടെ നേതൃത്വം ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും അണികൾക്കിടയിൽ അത് പൂർണ്ണമായ തോതിലേക്ക് എത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ അഭിജിത്തിന് സാധ്യത പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. 2001 ഇതിനു മുമ്പ് വലിയൊരു UDF തരംഗം കേരളത്തിലുണ്ടായത്, 100 സീറ്റായിട്ട് അധികം. അന്ന്
LDF-നൊപ്പം നിന്ന മണ്ഡലം കൂടിയാണ് നാദാപുരം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും LDF-നൊപ്പം നിന്നൊരു മണ്ഡലമാണ് നാദാപുരം. ഞാൻ എൻ്റെ അട്ടിമറി സ്വപ്നങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട് മുന്നണികൾ. വടകരയും നാദാപുരവും സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം നടന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളും ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട്. വടകരയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. നാദാപുരത്ത് ഒരു അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷേ നേരത്തെ അവസാനം സൂചിപ്പിച്ച പോലെ വലിയ കൊടുങ്കാറ്റുകളിലൊക്കെ തന്നെ പതറാതെ നിന്നിട്ടുള്ള മണ്ഡലം നാദാപുരമുണ്ട്. ഒപ്പം തന്നെ UDFിൻ്റെ കോട്ടയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന വടകരയുമുണ്ട്. അവിടെ രണ്ടിടത്തും ഇക്കുറി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്ന് മെയ് 4 നമുക്കറിയാം. വോട്ടും കെട്ടൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റ് മണ്ഡലങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.